നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ചിറക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഒരു പശുക്കിടാവിനെ കൂടെ കടുവ പിടിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ വന്യമൃഗശല്യം നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ദിവസവും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്യമൃഗങ്ങളുടെ വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ആനയായിട്ടും കടുവയായിട്ടും മറ്റ് പന്നിയായിട്ടും ഒക്കെ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വയനാട്ടിലെ കർഷകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് തലപ്പുഴ ചിറക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കർഷകൻ്റെ ഒരു 8 മാസം പ്രായമുള്ള ഒരു പശുക്കിടാവിനെ ഇന്നലെ കടുവ പിടിച്ചു. ഈ പ്രദേശവാസികൾ പലരും കടുവേനെ നേരിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിനി ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചിറക്കര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാം. ഇന്നലെ എപ്പോഴാണ് സംഭവം നടന്നത്? ഇന്നലെ ഒരു രാവിലെ 7:30 മണിക്കാണ് കാലിയാൾ അവിടെ കൊണ്ടുവന്ന് കെട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി 10:30 മണിയോട് കൂടി ആയിട്ടുള്ള മാറ്റി കെട്ടാനും വേണ്ടിയിട്ട് ഈ കാണുന്ന സ്ഥലത്താണ് കെട്ടിയിട്ടുണ്ടായത്. മാറ്റി കെട്ടാനും വേണ്ടിയിട്ട് വന്നതാണ്. വന്ന് നോക്കുമ്പോൾ ഒന്നിനെ കാണുന്നില്ല. അങ്ങനെ തിരഞ്ഞു നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് ആ ചാലിൽ വെച്ചിട്ട് അതിനെ കൊന്നിട്ട നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഫോറസ്റ്റർ ഇവരെ അറിയിച്ചു. അങ്ങനെ തവഞ്ഞാൽ ഡിവിഷനിൽ നിന്ന് ആളുകൾ വന്നു. അവരെ ഇതിലാണ് തെരച്ചിലാണ് അവരെയാണ് സ്ഥിരീകരിച്ചത് കടുവയാണ് പിടിച്ചതെന്നുള്ളത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടക്കുന്നില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ഈ എസ്റ്റേറ്റ് മേഖലയിൽ ഈ പാടീൻ്റെ മുറ്റത്ത് വെച്ചിട്ട് കുട്ടികൾ പോലും ഇതിനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരോട് വിവരം അറിയിച്ചിട്ട് അവരൊരു ആരെയോ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇന്നലെ ഇത് സ്ഥിരീകരിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാമറ വെച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണം, എന്നിരുന്നാലേ കൂട് വെക്കാൻ പറ്റുള്ളൂ. മറ്റ് പല പ്രദേശങ്ങളിലും കൃത്യമായിട്ട് ജനങ്ങൾ തടയുന്ന സമയത്ത് ഇവർ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് അന്ന് തന്നെ കൂട് വെക്കുകയും അതിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നലെ ഒരുപക്ഷെ അവർ ഈ മൃഗത്തിനെ വെച്ചുകൊണ്ട് കൂട് വെക്കുകയായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ സാധനത്തിനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആ മൃഗത്തിനെ ഒഴിഞ്ഞ് ആ കാണുന്ന കാട്ടിൻ്റെ ഉള്ളിലാണ് അതിനെ രാവിലെ കണ്ടെത്തിയത്. ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടതായിട്ടാണ് കണ്ടത്. ഇന്നലെ അതിന് ആ കൂട്ടിലാക്കിയിട്ട് ഇട്ടിട്ട് ഇരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ അതിനെ പിടിച്ച് ഇവർക്ക് ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്യാമായിരുന്നു. അതിനുള്ള ഒരു നടപടിയും ഈ മാനന്തവാടി റേഞ്ചിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു നടപടി നടക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇത് തോട്ടം മേഖലയാണ്. പാരിസൺസിൻ്റെ 5 എസ്റ്റേറ്റുകൾ ഉള്ളതിലുള്ള ഒന്നാണ് ചിറക്കര എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ 100-ലധികം സ്ത്രീകൾ രാവിലെ 6:30 മണിക്ക് ജോലിക്ക് വരികയും അവർ ഇന്നലെ ഇവിടുന്ന് കടുവ പിടിക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള ഈ തേയിലയിൽ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നുണ്ടായത്. ഒരു പക്ഷേ ആ പശുക്കിടാവ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നിൽക്കുന്ന ഇവിടെയുള്ള ആളുകൾക്ക് ആരെങ്കിലും ഒരാൾ അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുമായിരുന്നു. അതുകൊണ്ട് അധികൃതർ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ഇതിന് ഇവരോട് വേണ്ട രീതിയിലുള്ള പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനവും അതിനുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കണ്ടോ ഇത്? ഇന്ന് രാവിലെ കൃത്യം 7:30 മണിക്ക് ശേഷമാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. ഇവർ RRT ടീം അടക്കം ഇതിനെവിടെ കാണാതായപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ തെരച്ചിൽ നടത്തിയ സമയത്ത് നമ്മൾ കുറച്ച് ആളുകൾ മേലുണ്ടായിരുന്നു. അതിൽ ഷൗക്കത്ത് വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ട് കണ്ടിട്ടില്ല, വീഡിയോയിൽ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായ ആളുകൾ ഷൗക്കത്ത് അടക്കമുള്ള ഒരു 5ഓളം ആളുകൾ റോട്ടും വന്ന് കാണുകയും പിന്നീട് ഫോറസ്റ്റുകാർ മേലക്കൂടി നടത്തിയപ്പോൾ അവരും അവിടെ വെച്ചിട്ട് സാധനത്തിനെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ്. ഇവിടെ ഒരു ഏകദേശം 2 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനത്തിൻ്റെ ശല്യമുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളുള്ള ഇവിടെ മറ്റു മൃഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയൊരു പ്രശ്നമില്ലായിരുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ ഇപ്പോൾ ജനങ്ങൾ താമസിക്കും. ഇപ്പോൾ ഇത് ഒരു ഏകദേശം 100 മീറ്റർ പോലും എന്തില്ല വീടുമായിട്ട് വ്യത്യാസമല്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇത് ജനങ്ങൾ വല്ലാത്തൊരു ഭീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഒരു വീടുണ്ട്. ഇവിടുന്ന് അടുത്ത് എത്ര ദൂരമാണോ ഫോറസ്റ്റ് ഉള്ളത്? ഇവിടുന്ന് 1 കിലോമീറ്ററിന്റെ അടുത്ത്. വേറെ ഇതിനും വളർത്തുമൃഗങ്ങളെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പ് അവിടെ ശ്മശാനം ഉണ്ട്. അതിന്റെ സമീപത്ത് വെച്ചിട്ട് ഈ അടുത്ത് ഇതിന്റെ അപ്പുറത്ത് ഇതുണ്ട്, ഓഫീസുണ്ട്. അതിന്റെ ബാക്കിൽ വെച്ചിട്ട് അവിടുന്ന് ഒരാൾ കാണുകയും അന്ന് വനപാലകരെ വിളിച്ചപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ കടുവ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ 2ാമത്തെ ദിവസം അവിടെ എന്തിനെയോ ഭക്ഷിച്ചായിട്ടുള്ള അതിൻ്റെ പകുതി വേസ്റ്റ് ആ സ്ഥലത്ത് വെച്ച് കണ്ടു. ഈ ആൾ കണ്ടതിന് ശേഷമാണ് കടുവനെ കൃത്യമായിട്ട് ആൾ കണ്ടതിന് ശേഷമാണ് വനപാലകർ വിളിച്ചത്. അവർ വന്നിട്ട് ആരെയോ ബോധ്യപ്പെടുത്താനുള്ള തെരച്ചിൽ നടത്തിയിട്ട് അവർ തിരിച്ചു പോകുകയത്. ഇന്നലെ ക്യാമറ വെച്ചിരുന്നു. അതിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷ. കാരണം 3 ക്യാമറകൾ അവർ വെച്ചിട്ടുണ്ട്. 2 വീഡിയോയും 1 ഫോട്ടോയും
ആ 4 ക്യാമറ കണ്ടല്ലേ രാവിലെ? നേരിട്ട് കണ്ടോ? എത്ര പേരാ ഇന്ന് രാവിലെ സെർച്ചിങ്ങിന് പോയത്? സെർച്ചിങ്ങിന് പിന്നെ വനപാലകരായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു 5-6 പേര് ഇന്നലെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു 2 ടീമായിട്ട്. പിന്നെ രാവിലെ ക്യാമറ പരിശോധിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്ന ആളുകളെ കൂടെ പിന്നെ പോലെയാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങില്ല. ഭക്ഷിച്ചിന് ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ കൃത്യമായിട്ട് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ റോട്ടിൽ നിന്ന് അവർ താഴെ ഇറങ്ങി തിരിച്ച് കയറിയപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ സാധനം ഇവിടുന്ന് ഈ കൈതക്കാട്ടിൽ നിന്ന് ശരിക്കും കയറി പോകുന്നത് ഞാനാണ് ആദ്യം കണ്ടത്. ശേഷം മറ്റുള്ളവർക്ക് പേര് അറിയിച്ചു. ഇവർ വന്ന് എല്ലാവരും കൂടിയിരിക്കുന്ന എല്ലാവരും കണ്ടു. ഫോറസ്റ്റ് അടക്കം കണ്ടു. പിന്നെ അതിന് ശേഷം നേരെ ബോർഡറി വഴി നേരെ എന്താക്കി അങ്ങോട്ട് പിന്നെ അവിടെ കുടിവെള്ള പദ്ധതി അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തേക്കാണ് കയറിപ്പോയത്. ശേഷം ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താക്കി അവർ ആ കാണുന്ന ഫീൽഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ശരിക്കും അവർ കടന്നു പോകുന്നു നേരിട്ട് അവർ കണ്ടിട്ടുണ്ട്. പോയ എല്ലാവരും കണ്ടിട്ടുണ്ട് അവർ. അതാ പോന്നു ആ ആ കിട്ടിയില്ല. ആ മരത്തിന് കിട്ടുമ്പോൾ എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി പിന്നെ ഇവിടെ പോകും. എന്താ സാധനം ശരിക്കും കണ്ടു. ബൗണ്ടറി തന്നെ നല്ല പോന്നുള്ളൂ. ഇവിടെ കാൽപ്പാട് വല്ലതും കിട്ടിയോ? കാൽപ്പാട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പറയണോ അങ്ങോട്ട് പോകുന്നതിന് പറയണോ? നമ്മളിപ്പോൾ ഇന്നലെ ആ പശുവിനെ പിടിച്ചിട്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് പശുവിനെ ഇന്ന് രാവിലെ കൊണ്ടുപോയി കേട്ടോ. കടുവ അവിടുന്ന് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ പശു കിടന്ന ആ ഒരു സ്ഥലം ഒന്ന് പോയി കാണാം നമുക്ക്. ഇന്നലെ ഭക്ഷിച്ച രീതിയിലായിരുന്നോ? എങ്ങനെയായിരുന്നു? അതില്ല, ഇന്നലെ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പിടിച്ച് മാത്രമേ ഉള്ളൂ. ഇന്നലെ പിടിച്ച് കൊന്നിട്ടു. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കാൽപ്പാടുകൾ ഇന്ന് വന്ന കാൽപ്പാട് ഇവിടെ കാണാൻ വഴിയുണ്ടായിരുന്നു. ഇതാണിതാ അവിടെ ശരി കൊടുക്കാം. സ്മെല്ലും ഉണ്ട് അല്ലേ? സ്മെല്ല് അത് ഇവിടെ അതിൻ്റെ പിന്നെ രക്തം ഇതായിട്ടുള്ളൂ. ഇവിടെ നമുക്കിവിടെ ചോരപ്പാടൊക്കെ കാണാം കേട്ടോ. ഇവിടെ പിന്നെ മറ്റു പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറ ഇവിടെ വെച്ചു, ഒരു ക്യാമറ ഇവിടെ വെച്ചിരുന്നു. ഇങ്ങോട്ടല്ലേ കൊണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുപോയി പാടുണ്ടല്ലേ? വലിച്ചു കൊണ്ടുപോയ പാട് നമുക്ക് കാണാം കേട്ടോ. അല്ല വഴിയുണ്ടോ? ഈ വഴിയാണ് കൊണ്ടുപോയത്. ഈ ഒരു ഭാഗത്തായിട്ടോ കടുവ കിടന്നത്. കടുവ വലിച്ചുകൊണ്ട് പോയ ആ ഒരു പാടൊക്കെ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയല്ലേ, തെളിച്ചല്ലേ? അതിന്റെ സെന്ററിലാണ്ടായിരുന്നു. ഓഹോ, ഈ രണ്ട് ഇതിന്റെ സെന്ററിലാണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്റേതാണ് പശു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് അബ്ദുറഹിമാൻ. ഇന്നലെ എത്ര മണിക്കായി സംഭവം? രാവിലെ 7 മണി ആയിട്ടുണ്ടാവും. നടന്നല്ലേ? 7 മണിക്ക് ഇവിടെ
നമ്മളിവിടെ ആലിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് പോയതായിരുന്നു. എന്നിട്ട് നമ്മൾ ജോലിയിൽ എക്സ്ട്രയിൽ ജോലി ചെയ്യുന്നതാണ്. ഒരു 11 മണിക്ക് വന്ന് നോക്കി വെള്ളം കൊടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അങ്ങനെയാണ് നോക്കുമ്പോൾ ഇവിടെ അടിച്ചിട്ടായിട്ട് കാണുന്നത്. എവിടുന്നാ പിടിച്ചത് ശരിക്കും? ഇവിടെ കെട്ടിയിട്ടിടുന്നു, ഇപ്പുറത്തെ സൈഡ് അവിടെ നിന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? അങ്ങോട്ട് അവിടെ തള്ളിയിട്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ വേറെയും ബസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കാട്ടിയില്ല, ഒന്നിനെ മാത്രം അടിച്ചിട്ട് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഇവിടെ ജോലിക്കാരുള്ളത് കൊണ്ട് ഒച്ചപ്പാട് കാരണം പോയതാണെന്നാണ് സംശയിക്കും. ഇവിടെ അപ്പുറത്ത് ഈ കട്ടിങ് ചപ്പ് പറിക്കുന്നുണ്ട്, അവരാ ഒച്ചപ്പാട് കേട്ടിട്ട് പോയത്. ഇത്ര അടുത്തല്ലേ? അത്ര അടുത്താണ് ഇത്. ഇത്ര അടുത്ത് നമ്മൾ പുരയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആൾക്കാരൊക്കെ എന്ത് വിശ്വസിച്ചായിരിക്കും ഇവിടെ നിൽക്കുക? ഇവിടെ അന്ന് ചപ്പ് പറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോറസ്റ്റുകാരെ അരിച്ചു, ഓരും ഇവരൊക്കെ വന്ന് നിന്ന് നോക്കി. പിന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കി. എന്നിട്ട് അതിനെ ഇവിടെ തന്നെ ഇട്ട് വെച്ചു. എന്താ വെച്ചാൽ നമുക്ക് കൂട് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് രണ്ടാമത് അതിനെ എടുത്തിട്ട് കാട്ടിനുള്ളിൽ കൊണ്ടിട്ട്. കടുവയുടെ രീതി എങ്ങനെയാണ്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും വനപാലകരും നമ്മൾ കൂടി അത് നോക്കി പോയി. രാവിലെ തന്നെ പോയ ടൈമിന് അതിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഇത് പുറത്തേ ആടി. കടുവനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. കണ്ടു. ആ കടുവ നേരിട്ട് ആ സൈഡിൽ കൂടി അങ്ങനെ ഉണ്ട് പോയി. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വശിച്ചിനി തിന്നിട്ടുണ്ട്, ബാക്കി അവിടെ തന്നെ ഇട്ട് വെച്ചിനി. അപ്പോൾ അതതിൻ്റെ അടുത്ത് കിടക്കായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചില്ല, ഒച്ചപ്പാടുണ്ടാക്കി പോയതുകൊണ്ട് അത് അങ്ങോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ നമുക്കതിനെ എന്തായാലും കൂട് വെച്ച് പിടിച്ച് ഇവിടുന്ന് ഒഴിവാക്കിയത്. ആൾക്കാർക്ക് ജീവൻ കിട്ടാൻ ഉള്ള ഒരു മാർഗം കാണണമെന്ന് നമുക്ക് പറയാം. ഇവിടെ ഈ ഭാഗത്ത് സ്ഥിരം കിട്ടുന്നതാണോ പശുവിനെ? ഇവിടെ ഡെയിലി കിട്ടുന്നത്. അപ്പം നിങ്ങൾ വരുമ്പോൾ തന്നെ താഴെ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്, എപ്പോഴും കിട്ടുന്ന ഏരിയയാണ്. ഇതുവരെ ഇങ്ങനെ ശല്യം ഉണ്ടായിട്ടില്ല ഇവിടെ. പക്ഷെ ഇതിനെ കുറേ ദിവസമായിട്ട് അവിടെ കണ്ട് ഇവിടെ കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പറച്ചിലെല്ലാം കുട്ടികൾ കണ്ടതാണ്, ചെറിയ കുട്ടികൾ വരെ കണ്ടിട്ടുണ്ട്. അവിടെ ഒക്കെ ഒരു നാട് വിട്ട കോട്ടേഴ്സാണ്. അതിൻ്റെ മേലെ സൈഡിൽ കൂടി പോകുന്നതൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അതേമാതിരി വലിയ ആൾക്കാരും കണ്ടിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയിൽ കണ്ടിട്ട് ഇവിടെ ഫോറസ്റ്റർ വന്ന് പടക്കം പൊട്ടിക്കുകയും ഓടിക്കുകയും. പന്നിയുണ്ട്. ഇത് ചായക്കാടായതുകൊണ്ട് പന്നി ശല്യം ഒക്കെ ഉണ്ട്. മാനന്തവാടി നഗരസഭ പരിധിയായ ചിറക്കര പഞ്ചാരക്കൊല്ലി മണിയങ്കുന്ന് ഭാഗങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വന്യമൃഗ ശല്യം ഏറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഈ ഒരു കാലയളവിൽ വളരെ രീതിയിലാണ് വന്യമൃഗം ശല്യം കൂടി വരുന്നത്. പ്രത്യേകിച്ചും കടുവ, ആന പോലെയുള്ള മൃഗങ്ങൾ ജനജീവിതത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഈ വന്യമൃഗ ശല്യം കയറി വരുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളും ഈ സംഭവം നടന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഈ കടുവയെ നേരിട്ട് കണ്ടതാണ്. കുറച്ച് മാറി ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഒരു 75 മീറ്ററോളം മാറി ഈ കടുവയെ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കടുവയെ കൂടുവെച്ച് പിടിച്ച് അടിയന്തരമായി ഇവിടുന്ന് കൊണ്ടുപോകണം, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ആണ് ഇന്ന് രാവിലെ കടുവനെ അവർ കണ്ടത് കേട്ടോ. ഇതിലെ ഈ കാണുന്ന മരത്തിൻ്റെ ചോട്ടിക്കൂടെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവുമായിരുന്നു എന്നാണ് കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ഒരു കാടുണ്ട്, ഈ കാടിൻ്റെ ഉള്ളിലാണ് പശുവിനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ്, ഞാൻ കാണുന്ന ആ ഒരു വീടിൻ്റെ അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് പശുവിനെ ഇന്നലെ പിടിച്ചിട്ടിരുന്നത്. അവിടെ നിന്ന് എടുത്ത് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇട്ടു, കുറേ ഭക്ഷിച്ചു. അതിന് ശേഷം ഇന്ന് രാവിലെ ഈ ഒരു മരത്തിൻ്റെ അതിൽ നടന്നു പോകുന്നതായിട്ടാണ് ആൾക്കാർ കണ്ടത്. RRT ടീം സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇറങ്ങി ഓടുന്നത് കണ്ടത്, അല്ലെങ്കിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ കടുവ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. കൂട് വെക്കണം തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ കടുവ ഇറങ്ങി പശുവിനെ കൊന്നതിൻ്റെ ആ ഒരു ദൃശ്യങ്ങളും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്ന കാഴ്ചകളും ഒക്കെ കണ്ടു. ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങൾ കണ്ടു. തേയിലത്തോട്ടമാണ്, പാരിസൺസിൻ്റെ കീഴിലുള്ള ഒരു തേയിലത്തോട്ടമാണ്. ഇവിടെയാണ് ഇന്നലെ
ഈ ഒരു പശുക്കിടാവിനെ കടുവ കൊന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ട് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ഭാഗത്തൊക്കെ കടുവയൊക്കെ വരുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ പിടിക്കുന്നതും ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു അനുഭവമാണ് ഈ നാട്ടുകാർക്കുള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. കടുവേനെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണേലും നമ്മൾ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം എല്ലാ സൈഡും നോക്കിയാണ് നടക്കുന്നത്. കാരണം ഈ തേയില തോട്ടത്തിനകത്തൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് രാവിലെയും കൂടെ ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ തേയില നുള്ളിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു ഭാഗത്താണ് കടുവ നടന്നു പോയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അടുത്താണ് ജനങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളുടെ എത്രത്തോളം അടുത്താണ് ഈ ഒരു കടുവ വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ജനങ്ങൾക്കും വളരെയധികം ഭീതിയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഭയത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഉള്ളത്. വയനാട്ടിൽ ഈ വർഷം എത്രാമത്തെ കടുവ ആക്രമണമാണെന്നുള്ളത് നമുക്ക് എല്ലാം പിടിപാടുന്നു. കഴിഞ്ഞ വർഷം ഒരു നവംബർ മാസത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. ഇഷ്ടംപോലെ വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് ജീവഹാനി സംഭവിച്ചു. ഒരു മനുഷ്യനെ പിടിച്ചു തിന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വളരെയധികം വയനാട്ടിൽ കൂടി വരികയാണ്. മറ്റൊരു സൈഡിൽ ആന പോലെയുള്ള ജീവികൾ, കാട്ടുപോത്ത്, ഇങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളും ഒക്കെ. അപ്പോൾ നാട്ടിലിറങ്ങി വളരെ സുഭിക്ഷമായിട്ട് നടക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾക്കുള്ളത്. കാട്ടിൽ ഒരു തീറ്റയില്ല, വെള്ളമില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന മൃഗങ്ങൾക്കൊക്കെ നാട്ടിൽ വന്നാൽ ഇഷ്ടംപോലെ ഭക്ഷണവും തീറ്റയും വെള്ളവും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങളെല്ലാം നാട് കേന്ദ്രീകരിച്ച് ജീവിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ കാട്ടിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത്. കൂട് വെച്ച് ഇതിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു പോംവഴി. കാരണം ഈ വർഷം തന്നെ വയനാട്ടിലിപ്പോൾ 7 കടുവേനെ ഇപ്പോൾ കൂട് വെച്ച് തന്നെ പിടികൂടിയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു കടുവേനെ കൂട് വെച്ച് പിടികൂടുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് താമസക്കാരനായിട്ടുള്ള ഒരു കടുവയാണെങ്കിൽ ഇനിയും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂട് വെക്കുക മാത്രമേ ഇതിനകത്തൊരു പോംവഴിയുള്ളൂ. അപ്പോൾ ഏതായാലും അങ്ങനെ കൂട് വെച്ച് ഈ കടുവേനെ പിടികൂടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വരും ദിവസങ്ങളിൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.